പുതുവർഷത്തിൽ ഞാൻ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഈ ഒരു സിമ്പിൾ വീഡിയോ ആണ്. ഇതിലധികം വിശേഷങ്ങളോ പറച്ചിലോ അല്ലെങ്കിൽ പുതുമകളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. എന്നാലും എന്തോ ഏതൊക്കെയോ ശക്തികൾ എന്നെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരുപാട് പ്രേരിപ്പിക്കുന്നു. ഒരുപാട് നേരം ഞാൻ ആലോചിച്ചു ഇത് ഡിലീറ്റ് ചെയ്യാമെന്ന്. ഒരുപാട് നാളുകൾക്ക് മുൻപ് ഞാൻ എടുത്തു വെച്ചിരുന്ന ഒരു വീഡിയോയും കൂടിയാണിത്. പക്ഷേ എന്തുകൊണ്ടോ എനിക്കിത് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഈ പുതുവർഷത്തിൽ മറ്റനേകം വീഡിയോസ് എൻ്റെ കയ്യിലുണ്ടായിട്ടും എനിക്ക് ഈ ഒരു വീഡിയോ ഇടാനായിട്ട് എന്തോ ഒരു ശക്തി എന്നെ വല്ലാണ്ട് പ്രേരിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എന്തായാലും ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു പുതുവർഷത്തിൽ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും അനുഗ്രഹിക്കണം. നമ്മൾ കയറി വരുമ്പോൾ ഈ കാണുന്ന ഭാഗം പള്ളിയുടെ ബാക്ക് സൈഡാണ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് മറുവശത്തായിട്ടാണ്. നമുക്ക് അതിലേക്ക് പോകാം. ആ ഒരു ഭാഗവും ഞാൻ കാണിക്കാം. അതിന് മുൻപായിട്ട് നമ്മൾ കയറി വന്ന സമയത്ത് ആ ഒരു ഭാഗം എൻട്രി ഭാഗത്തൊക്കെ നമ്മൾ ഗ്രോട്ടോസ് കണ്ടല്ലേ. പക്ഷേ എന്നാൽ നമ്മൾ ഈ കയറി വന്ന് പള്ളിയുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു ഗ്രോട്ടോ കണ്ടു നിൽക്കാനായിട്ട് ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും ആഗ്രഹിക്കുന്ന ഒരു ഗ്രോട്ടോയാണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയാനായിട്ട് സമരിയക്കാരി സ്ത്രീയുടെ കയ്യിൽ നിന്നും ദാഹിച്ചു വരേണ്ടി വന്ന ഈശോ വെള്ളം ചോദിക്കുന്ന 2 ശില്പങ്ങളും ആ ഒരു ഗ്രോട്ടോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ നമ്മൾ ഒരുപാട് ബൈബിൾ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലേ. എന്നാൽ അവരുടെ മനസ്സിലേക്ക് കൂടുതലും കയറി ചെല്ലുന്നത് നമ്മളുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ ശില്പങ്ങളോ ഒക്കെ ആയിരിക്കും. അവരുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിയുന്നത് നേരിട്ട് കാണുന്ന അല്ലെങ്കിൽ സ്പർശിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അനുഭവിച്ചറിയാൻ പറ്റുന്ന ഇതുപോലുള്ള ശില്പങ്ങളും ഗ്രോട്ടോസും ആയിരിക്കും. അപ്പോൾ കൊച്ചു കുട്ടികളെയും കൊണ്ട് ഒരുപാട് പേര് ഇവിടെ സന്ദർശനം നടത്താറുണ്ട്. അവർക്ക് നേരിട്ട് ആ സംഭവങ്ങൾ വർണ്ണിച്ചു കൊടുക്കാനായിട്ട് ഈ ഫോട്ടോയിലൂടെ അവർക്ക് സാധിക്കും, അല്ലെങ്കിൽ ഈ ഒരു ശില്പങ്ങളിലൂടെ അവർക്ക് സാധിക്കും. അപ്പോൾ കുട്ടികളുള്ളവർ തീർച്ചയായിട്ടും ഈ പള്ളിയിലേക്ക് വരണം. അപ്പം നമ്മുടെ അച്ഛനെ പരിചയപ്പെട്ടത് ഇവിടെ വെച്ചിട്ടാണ്. നമുക്ക് അച്ഛനോട് നമ്മുടെ അച്ഛനെ പറ്റിയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം അല്ലേ. അച്ഛൻ്റെ പേര് ഫാദർ ബെന്നി കുറിഞ്ഞിപ്പറമ്പിൽ. അത് നമ്മുടെ SB കോളേജിൽ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ഫാക്കൽറ്റീസിനും തന്നെ അറിയാവുന്ന ഒരാളാണ് അച്ഛൻ. കാര്യം അച്ഛൻ അവിടുത്തെ ലെക്ചറാണ്. അപ്പം ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ളതാണ്. പിന്നെ അതിനു മുൻപ് തന്നെ നമ്മുടെ എടത്വ ജോർജിയൻ സ്കൂളിൽ അച്ഛൻ പ്രിൻസിപ്പളായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സിനും കുട്ടികൾക്കും പാരൻസിനെയൊക്കെ ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വ്യക്തി കൂടാണ് ഫാദർ. അപ്പം നമുക്ക് ഈ ഒരു ഷോയിൽ നമുക്ക് അച്ഛനെ കണ്ടിട്ട് പരിചയപ്പെട്ടിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാതെ പോകാൻ എൻ്റെ മനസ്സനുവദിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ ഒന്ന് ഫെയിമിൽ കാണിക്കാമെന്ന് വിചാരിച്ചത്.
താങ്ക് യു അച്ഛാ. ഏബലിന്റെ യൂട്യൂബ് ചാനലിന് എല്ലാ ഭാവങ്ങളും. താങ്ക് യു സോ മച്ച് അച്ഛാ. താങ്ക് യു. നമുക്കിവിടെ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ചിൽഡ്രൻസ് പ്ലേ ഏരിയയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ പ്ലേ ഏരിയ ആണെങ്കിലും കുട്ടികൾക്ക് ഇപ്പോൾ വെഡ്ഡിങ് ഫംഗ്ഷനോ അല്ലെങ്കിൽ മറ്റുള്ള ഫംഗ്ഷൻസൊക്കെ വരുമ്പോൾ, കുർബാന അല്ലാതെ മറ്റുള്ള ഫംഗ്ഷൻസിനൊക്കെ വരുമ്പോഴത്തേക്കിന് കുട്ടികൾ എന്തായാലും വെളിയിലോട്ട് ഓടും. ബോറടിക്കാതിരിക്കാനും അവരൊന്ന് അടങ്ങിയിരിക്കാനും ഒക്കെ ആയിട്ടുള്ള ചെറിയ പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഡെന്നൊക്കെ ഉണ്ട് ഇവിടെ. അത് ഞാൻ ചിന്നുവിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്തായാലും അതിന്റെ വെയിറ്റ് നോക്കാനായിട്ട്, ഒന്ന് കറങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ. അവക്കും കുട്ടികളുടെ വെയിറ്റ് ഉള്ളു, അതുകൊണ്ട് പിന്നെ കൊള്ളാല്ലേ. കൊച്ചൂട്ടനെയും റയാച്ചൂനെയും കൊണ്ടുവന്നിരുന്നെങ്കിൽ സെറ്റപ്പ് ആക്കിയാണ് ഇവിടെ. അപ്പുറത്തും ഉണ്ട് നമുക്ക് വേറെ. ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അവരെ അഴിച്ചു മാറ്റിയിരിക്കുമെന്ന് തോന്നുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് മറ്റൊരു ഗ്രോട്ടോയും കൂടെ കാണാം. ഇവിടെ ഒരു ഗ്രോട്ടോ ഉണ്ട്. നമ്മൾ വാതക്കിൽ കണ്ടില്ലേ ആ ഗ്രോട്ടോ പോലത്തെ നല്ല അടിപൊളി ഒരു ഗ്രോട്ടോ ഇവിടെയുണ്ട്. ഒരു ചെറിയ ബ്രിഡ്ജൊക്കെ വെച്ചിട്ട് ആ ബ്രിഡ്ജിൽ കയറി നോക്കാം, എന്നിട്ട് നേരെ അതിലേക്ക് പോകാം. നമുക്കിവിടെ ഈ സ്റ്റെയർ കയറി മുകളിൽ ചെന്നിട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നിന്നുകൊണ്ട് നമുക്ക് ചുറ്റുപാടും എല്ലാം നന്നായിട്ട് അതിൻ്റെ ഹൈറ്റിൽ കാണാം. പക്ഷെ ഇപ്പം തൽക്കാലം അത് അടച്ചിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്കത് ഇപ്പം അവൈലബിൾ ആയിട്ട് പറ്റത്തില്ല. എന്താ ഈ ഒരു സീസണൊക്കെ ആയതുകൊണ്ട്, കൊറോണ സീസണൊക്കെ ആയതുകൊണ്ടാണ് അത് അവർ അടച്ചിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അതും കൂടെ കയറി കണ്ട് ഒന്ന് കവർ ചെയ്യായിരുന്നു. അവിടുത്തെ വ്യൂ, അവിടെ നിന്നുള്ള വ്യൂ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാമായിരുന്നു. പക്ഷെ ആ ഒരു ലക്ക് കിട്ടിയില്ല. നല്ല അടിപൊളി ഒരു സപ്പോട്ട മരമുണ്ട്. നമുക്ക് നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ കണ്ടായിരുന്നു നാരങ്ങ, ചെറുനാരങ്ങ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ മാതളം ഉണ്ടായിരുന്നു, പിന്നെ കമ്പിളി നാരങ്ങ, അങ്ങനെ കുറേ അടിപൊളി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രൂട്ട്സിൻ്റെ ട്രീ ഒക്കെ. നമ്മളുടെ സെമിത്തേരിയിലോട്ട് കയറുന്ന വഴിയാണിത്. ആ എൻട്രൻസിൽ കണ്ടോ
നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഉണ്ട്, ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. മുകളിലോട്ട് കയറി മാതാവിൻ്റെ ഗ്രോട്ടോയിൽ പോകാം. മാതാവിൻ്റെ മടിയിൽ ഈശോ കിടക്കുന്ന ആ ഒരു ഗ്രോട്ടോ ആണ് മുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസും ഉണ്ട്. കുഞ്ഞു മാലാക്ക നമ്മുടെ റാബിറ്റിനെയും ഡക്കിനെയൊക്കെ പിടിച്ച് നേരെ ബാക്കിലേക്ക് വരികയാണ്. ആഹാ, അപ്പൊ അവിടെ അടാറ് പള്ളിയുടെ ഫ്രണ്ടാണിത് കേട്ടോ. ആക്ച്വലി പള്ളിയുടെ ഫ്രണ്ടാണിത്. ഇതാണ് പള്ളിയുടെ ഫ്രണ്ട്. നല്ല വ്യൂ ആണ് ഇവിടെ, നല്ല പാടവും കാര്യങ്ങളും ഒക്കെ കാണിച്ച്. നമ്മൾ കുട്ടനാട്ടുകാർ അല്ലെങ്കിൽ ആലപ്പുഴക്കാർക്ക് അല്ലാത്തവർക്ക് ഇപ്പോൾ ഫംഗ്ഷൻ എന്തെങ്കിലുമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല സീനറിയും കാര്യങ്ങളുമാണ്, എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേ ചിലവഴിക്കാൻ പറ്റുന്ന ഒരു സീനറിയാണ് നമ്മളുടെ ഈ ഈരെ പള്ളിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കൽക്കുരിശുണ്ട്, നല്ല ഹൈറ്റിലുള്ള ഒരു കൽക്കുരിശാണ്. നമുക്ക് മറ്റ് കാണേണ്ടിയിരിക്കുന്ന ഒരു ഗ്രോട്ടോ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിറയെ ഫ്രൂട്ട്സ് ആട്ടോ. ഇവിടെ കണ്ടോ, വീണ്ടും സപ്പോർട്ടൊക്കെ ഉണ്ട്. ഇവിടെ സപ്പോട്ട. വലിയൊരു വള്ളത്തിൻ്റെ പുറത്താണ് ഈ ഒരു നമ്മളുടെ ഈ കെട്ടുവെള്ളമില്ലേ, ഹൗസ് ബോട്ടൊക്കെ അതുപോലെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ ഇൻസൈഡ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ഇത് അപ്പുറത്തെ സൈഡിലും ഉണ്ട് ഒരു ഗേറ്റ്. അപ്പം ഇതിൽ കയറി ഇറങ്ങി നേരെ അപ്പുറത്തോട്ട് വരാനുള്ള ഒരു വഴി ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പം അടച്ചിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് തന്നെ നിറയെ ചിത്രപ്പണികളും കാര്യങ്ങളും ഒക്കെയാണ്. ഓരോ ബൈബിളിലെ ഓരോ കഥകളെ ആസ്പദമാക്കിയിട്ടുള്ള ചിത്രപ്പണികളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഇതിൻ്റെ അകത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ കയറി കാണാനായിട്ട് നമുക്ക് നിവൃത്തിയില്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ചെറിയൊരു വ്യൂ ഞാൻ നൽകാം. കണ്ടോ, അത് ആ ഒരു വഴി കൂടെ അപ്പുറത്ത് നിന്ന് നമുക്ക് ഇറങ്ങാം.
ഇത് കണ്ടോ, മറ്റൊരു ഫ്രൂട്ടാണ്. ഇതിൻ്റെ പേര് സത്യത്തിൽ എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് പറയുന്നില്ല എന്താണെന്നുള്ളത്. അതിപ്പം അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് അടിക്കുക, അത്രേ ഉള്ളൂ. താഴെ കമൻ്റ് ഇടുക. എന്തായാലും ഒരു രൂക്ഷ ഗന്ധമാണ് ഇവിടോട്ട് വരുമ്പോഴത്തേക്കിനും, ഒരു വല്ലാത്തൊരു സ്മെല്ല്. ഈ ഒരു ഫ്രൂട്ടിന്റെ ഫ്ലേവർ ആണ് ദാ ഈ കാണുന്നത്. എന്താണ് സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഒരു വലിയൊരു തേങ്ങയുടെ അത്ര വലിപ്പമുണ്ട്, അതിനേക്കാളും വലിയ വലിപ്പമുണ്ട് അല്ലേ. നല്ല വലിപ്പമുണ്ട്, നല്ല വെയിറ്റും ഉണ്ട്. ഇത് ഇവിടെ നിറയുണ്ട്. നമ്മുടെ മോട്ടർ തറ, നമ്മുടെ കുട്ടനാടുകാരുടെ ഒരാശ്രയമാണ് മോട്ടർ തറ എന്ന് പറയുന്നത്. പാടശേഖരത്തിലുള്ള വെള്ളം ഇറക്കാനും കയറ്റാനും മീൻ പിടിക്കാനും അങ്ങനെ പല ഉപയോഗങ്ങളാണ് മോട്ടർ തറ. അപ്പുറത്തും ഇപ്പുറത്തും കിടക്കാണ്ട് ചെറു വള്ളങ്ങളും ഉണ്ട്. ഓരോ വീട്ടുകാർക്കും ഇവിടെ വള്ളങ്ങളുണ്ട്, ചെറിയ ചെറിയ വള്ളങ്ങൾ, കൊതുമ്പ് വള്ളം, വള്ളങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ പാലങ്ങളും ഉണ്ട്, എല്ലാ ഏരിയയിലും ഉണ്ട്. നമ്മൾ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു. പള്ളിയിലത്തെ ആ ഒരു വ്യൂ നിങ്ങളെ കാണിക്കായിരുന്നു, മറ്റൊന്നും കൊണ്ടല്ല. അവിടെ ഒരു കല്യാണ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ നിൽപ്പുണ്ട്. അവർക്കൊരു ബുദ്ധിമുട്ടാണ്ടല്ലോ എന്ന് കരുതി മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വിട പറയാൻ സമയമായി. മറ്റൊരു അടിപൊളി വീഡിയോയുമായി ന്യൂ ഇയറിൽ അടിച്ചു വിളിക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.